ബെഡ്റൂം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ പോകുന്ന പല കാര്യങ്ങളുണ്ടാവാം. തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം അവൻ്റെ ഇൻറ്റിമേറ്റ് ആയ അവൻ്റെ പേഴ്സണലായ ഒരു സ്പേസിനെയാണല്ലോ നമ്മൾ ബെഡ്റൂം എന്ന് വിളിക്കുക. അതായത് നമ്മളൊക്കെയും തന്നെ നമ്മളുടെ ജീവിതത്തിലെ 8 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ പണിയെടുത്തതിന് ശേഷം ക്ഷീണിച്ച് അവശരായിട്ട് നമ്മളുടെ വളരെ മനസമാധാനത്തോടു കൂടി നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മളുടെ സ്വന്തം എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ബെഡ്റൂം എന്ന് വിളിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു പുതിയ വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായ, തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്തേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിബിൻ തോമസ്, ഗ്രീൻ നാഷണൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് ഉള്ളത് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എത്രയാവണം എന്നുള്ളതാണ്. അത് പൊതുവെ ആൾക്കാരോട് അങ്ങനത്തെ ചോദ്യങ്ങൾ, ഒരു സൈസ് എത്രയാണ് ഐഡിയൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള ഒരു ബെഡ്റൂമിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു ബെഡ്റൂമിൻ്റെ സൈസ് തീരുമാനിക്കുക. ഇപ്പം ഒരു പൊതുവെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ രീതി അനുസരിച്ചിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിൽ പ്ലാൻ ചെയ്യുന്ന ഒരു കിങ് സൈസ് ബെഡാണെന്നിരിക്കട്ടെ. അതായത് കിങ് സൈസ് ബെഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 6 അടിയോളം വീതിയും 6 അടിക്ക് മേളിൽ ലെങ്തും വരുന്ന ഏറ്റവും വലിയ ബെഡ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിങ് സൈസ് ആണ്. അപ്പം ആ കിങ് സൈസ് ബെഡ് പ്ലാൻ ചെയ്യുന്ന ഒരു മുറിയിൽ ഒരു കിങ് സൈസ് ബെഡ്, കൂടുതലൊരു 3 ഡോർ അല്ലെ 4 ഡോർ, ഒരു വാർഡ്രോബ്, 2 ബെഡ് സൈഡ് ടേബിള്, ഒരു മേശ, കസേര, ഇത്രയും കാര്യങ്ങൾ ഒക്കെ വേണ്ടി വരുന്ന ഒരു റൂമാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത്ര ഒരു റൂമിന് ഐഡിയലായിട്ട് പറയാൻ പറ്റുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 12x14 ഫീറ്റ് എന്നൊക്കെ പറയുന്നതാണ്. 12x14, 12x15 തുടങ്ങിയവയൊക്കെ ഇതിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇതിൽ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം, ഇതിൽ കുറവുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ ഒരു ക്രാംനെസ് നമുക്ക് അനുഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് കുറയ്ക്കാം. പക്ഷെ ഒരു പരിധിയിലധികം ഈ സൈസിൽ നിന്നും കുറയ്ക്കാതിരിക്കുകയാണ് വളരെയധികം നല്ലത്. ഇനി അതല്ല, ഇതിൽ താഴെ ഒരു 12x13 അല്ലെ 12x14 ഒക്കെ ഉള്ള ഒരു ഇതിൽ താഴോട്ട് വരുന്ന ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ബെഡ് സൈസ് എന്ന് പറയുന്ന ഒരു ക്യൂൻ സൈസ് ബെഡാണ്. അതായത് 5 അടിയോളം വിഡ്ത്തും 6 അടിക്ക് മേളിൽ ലെങ്തും ഉള്ള ബെഡുകളെയാണ് നമ്മൾ ക്യൂൻ സൈസ് എന്ന് വിളിക്കുക. അപ്പോൾ ക്യൂൻ സൈസ് ബെഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം റൂമുകൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സൈസിൽ വേണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം. അതിപ്പോൾ നമ്മൾ പൊതുവെ പറയും, ഒരു വീടിനെ നമ്മൾ ചെയ്യുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു ബെഡ്റൂം, അതായത് എസ്പെഷ്യലി മാസ്റ്റർ ബെഡ്റൂം ഒക്കെ നമ്മൾ കിങ് സൈസ് ബെഡ് ഉൾക്കൊള്ളിക്കാൻ പാകത്തിനുള്ളൊരു സൈസിൽ ചെയ്യുക. ബാക്കി റൂമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂൻ സൈസ് അല്ലെ അതിലും താഴെയുള്ള സൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാം. പക്ഷേ ഇത് ആൾക്കാരുടെ ബഡ്ജറ്റുകൾക്ക് അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി കിങ് സൈസിൻ്റെ മേളിൽ സ്യൂട്ട് റൂമുകളുണ്ട്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ സൗകര്യങ്ങൾ കൂടാതെ ഒരു ചെറിയ സോഫ ഏരിയ, സിറ്റിംഗ് ഏരിയ ഒക്കെ ഉള്ള, അതായത് അതാ ഞാൻ പറഞ്ഞത്, ഓരോ ആൾക്കാർക്കും അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ബെഡ്റൂമിൻ്റെ സൈസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളൊരു പോയിന്റാണ്, മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം വേണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇന്നത്തെ കാലത്ത് എല്ലാ ബെഡ്റൂമുകൾക്കും ഒരു ആവശ്യകതയാണ് എന്നുള്ളതാണ് ഒരു അഭിപ്രായം. കാരണം ഇത് ഒരു ഇത്തിരി പ്രായമുള്ള അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് മുൻപിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂമിനും ബാത്റൂം വേണോ എന്നുള്ളത് ഒരു ചോദ്യമായിരിക്കും. അതിനും മുൻപിലുള്ള ഒരു തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ബാത്റൂം പോരെ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ചോദ്യം. അപ്പോൾ ഇത് കാലഘട്ടം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറുന്നതനുസരിച്ചിട്ട് ഇന്നത്തെ ഒരു കാലത്ത് എല്ലാ ബെഡ്റൂമുകളും തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് വളരെയധികം നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പല വലിയ ആഡംബരമായിട്ട് തോന്നിയിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ വളരെ അത്യാവശ്യമുള്ള പല ഘടകങ്ങളുമായിട്ട് കാലക്രമേണ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത് ഒഴിവാക്കാതിരിക്കുകയായിരിക്കും ഒരു പരിധി വരെ നല്ലത്. ഇനി തീരെ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒക്കെ ഈ ഒരു കോമൺ ബാത്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷേ അവരൊരു പ്രായം ആയി കഴിയുമ്പോൾ, അവരുടെ ചെറുപ്പം വിട്ട് അവർ ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റൂം വേണമെന്നുള്ളത് തീർച്ചയായിട്ടും തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം വീട് എന്നൊക്കെ പറയുന്നത് നമ്മൾ വൺസ് നിർമ്മിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് പിന്നീട് നമുക്ക് അതിലൊരു ബാത്റൂം കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറയുന്നത് പല അസൗകര്യങ്ങൾക്ക് ഇടവരുത്തും. അപ്പം ആദ്യമേ തന്നെ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ പോകുന്നതാണ് വളരെയധികം നല്ലത്. ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഒരു മൂഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ വ്യക്തികളുടെ സ്വഭാവ രീതി, ഓരോരുത്തരുടെ താല്പര്യങ്ങളും അനുസരിച്ചിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ കളറുകളിലും
അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വേണ്ടുന്ന ഒബ്ജക്റ്റുകളുടെയൊക്കെ ഷേപ്പുകളിലും കളറുകളിലും ഒക്കെ നമ്മളുടേതായ ചില ഇഷ്ടങ്ങളുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഡിസൈൻ ചെയ്യുന്ന ആളോട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഈവൻ അവിടെ ഉപയോഗിക്കുന്ന കർട്ടനുകൾ, ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ടൈൽസുകൾ, അവിടുത്തെ ഫേർണിച്ചറിൻ്റെ ഡിസൈൻസ്, അതിലെല്ലാം ഉപയോഗിക്കുന്ന കളറുകൾ, ഈവൻ പെയിൻറ്റ് പോലും, ഇത്തരം ഓരോ കളറുകൾക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു പരിധിയിലധികം വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകൾ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും. എസ്പെഷ്യലി റെഡ് പോലത്തെ കളറുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും വളരെയധികം നല്ലത്. വളരെ പ്ലസൻ്റ് ആയ കാമായ കളറുകൾ തീർച്ചയായിട്ടും നമ്മളുടെ മൂഡുകളെ, നമ്മളുടെയൊക്കെ ഒരു ദിവസത്തെ നമ്മളുടെ ഒരു എനർജി ലെവലിനെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെതായ രീതിക്കാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ റിലാക്സേഷൻ കിട്ടുന്ന രീതിക്കുള്ള നല്ല പ്ലസൻ്റ് ആയ, അത് ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ട് അവരുടെ കളറിൻ്റെ ചോയ്സുകൾക്ക് വ്യത്യാസമുണ്ടാകും. അപ്പം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറുകൾ തീർച്ചയായിട്ടും നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ബെഡ്റൂം ഇന്നത്തെ കാലത്ത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഡീറ്റെയിലിങ്, അല്ലെങ്കിൽ എത്രത്തോളം പ്ലഗ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലൈറ്റ് പോയിൻറ്റ്സ് തുടങ്ങിയവയൊക്കെ നമുക്കൊരു ബെഡ്റൂമിൽ വേണം എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലത്തെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരാൾ 2 ഫോണും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലമാണിന്ന്. അപ്പോൾ ഒരു 2 പേര് ഉപയോഗിക്കുന്ന ഒരു മുറിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്ര പ്ലഗ് പോയിൻറ്റ്സ് വേണം? നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഈവൻ നമ്മുടെ സ്മാർട്ട് വാച്ചുകൾ, അങ്ങനെ തുടങ്ങി ഇന്ന് എല്ലാം നമ്മൾ ഡിജിറ്റൽ ആകുകയോ അല്ലെ ചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഡെയിലി മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ടാകുകയോ ചെയ്യുന്ന കാലത്ത്, ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇത് കൂടി വരുകയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ബെഡ് സൈഡ് സ്വിച്ചുകൾ, അവിടെ കൊടുക്കേണ്ട പ്ലഗുകൾ, അപ്പോൾ ഇനഫ് ആയിട്ടുള്ള ഒരു പ്ലഗുകൾ ഒരു ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, എക്സ്പെഷ്യലി ബെഡിൻ്റെയൊക്കെ 2 വശത്തും പ്ലഗ് പോയിന്റുകൾ കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ബെഡ്റൂമുകളും തന്നെ ആഡ് ചെയ്ത് വിടുന്നൊരു പോയിൻ്റാണ് ഇലക്ട്രിക്കലിൻ്റെ സമയത്ത് എ സിയുടെ പവർ പോയിന്റ്. അപ്പോൾ ഇത് പല ആൾക്കാരും ചോദിക്കും, എല്ലാ റൂമുകളിലും നമുക്ക് എ സിയുടെ ഒരു പവർ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അതിലെനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, ഇന്നത്തെ ലക്ഷറി നാളത്തെ നമ്മുടെ ആവശ്യമാണെന്നുള്ളൊരു ചൊല്ലുണ്ട്. അപ്പം അത് തന്നെയാണ്. കാരണം 10-15 വർഷം മുമ്പ് നമ്മൾ ഒരു കാറിൻ്റെ ഷോറൂമിൽ പോയാൽ എ സി ഇല്ലാത്ത കാർ ഒരു ഓപ്ഷൻ ആയിട്ടല്ലേ, ഒരു വേരിയൻ്റ് ആയിട്ട് അവൈലബിൾ ആയിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ കാറിൻ്റെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എ സി ഇല്ലാത്ത കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എ സി ഉള്ള കാർ മേടിച്ചിട്ട് എ സി കട്ട് ചെയ്താൽ മതി എന്ന് ചിലപ്പോൾ അവർ പറയും. കാരണം അങ്ങനെ ഒരു വേരിയൻ്റ് ഇന്ന് ഒരു കമ്പനികൾ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം അത് കാലം മാറുന്നതനുസരിച്ചിട്ട് ഇന്നതൊക്കെ ഒരു നെസസിറ്റി ആയിട്ട് മാറിയപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എ സി പോലത്തെ ആവശ്യങ്ങൾക്കുള്ള പോയിന്റുകൾ, അതുപോലെ തന്നെ ഗീഷർ അഥവാ ഹീറ്റർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ വെന്റിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു റൂമിൽ എത്ര വെന്റിലേഷൻസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ വെന്റിലേഷൻസിൻ്റെ സൈസ്, അല്ലെങ്കിൽ മിക്കവരും ആൾക്കാരും പറയും ക്രോസ് വെന്റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് 2 വശത്തും വിൻഡോസ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ വെന്റിലേഷൻസ് നമ്മളൊരു ബെഡ്റൂമിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഒരു 4 പാളി ജനൽ നമ്മളൊരു റൂമിൽ വെച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൂമിനെ പറ്റി പോലും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഒരു 4 പാളി ജനൽ വെച്ചാൽ അതിൽ എത്ര പാളി നമ്മൾ ഡെയിലി നമ്മൾ തുറന്ന് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. മിക്ക ആൾക്കാരും ഒരു 4 പാളിയാണെങ്കിൽ അതിൽ 1 പാളി അല്ലെങ്കിൽ 2 പാളി മാത്രമേ തുറക്കുള്ളൂ. ചില ജനലുകളൊക്കെ ഇതേവരെ തുറന്നിട്ടില്ലാത്ത ജനലുകളും പല വീടുകളിലും ഉണ്ടാവും. കാരണം അത് പല സാഹചര്യങ്ങളുണ്ടാകും. നമുക്കിപ്പം വഴിയുടെ അരികിൽ വീടുള്ള സ്ഥലത്തുകൾ ഈ വഴിക്ക് ഫേസിങ് ആയിട്ട് നിൽക്കുന്ന ജനലുകളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഇപ്പം ടൗൺ ഏരിയകളിൽ ഒത്തിരി പൊടിയുടെ ശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന വീടുകളൊക്കെ, അപ്പോൾ അവിടുത്തെ ജനലുകളൊക്കെ തുറന്നിടുക എന്ന് പറയുന്ന അത്രയ്ക്ക് പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ വെന്റിലേഷൻസിൻ്റെ സൈസിനും അതിൻ്റെ ഡിസൈനിലും ഒക്കെ വേണമെങ്കിൽ വ്യത്യാസം വരാം. കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് തുറക്കാവുന്ന ടൈപ്പ് ജനലുകൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. തീർച്ചയായിട്ടും വെട്ടം എന്ന് പറയുന്ന ഒരു മുറിയിൽ വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. പക്ഷേ അത് ഒരു മുറിക്ക് ഫീസിബിളായ ഐഡിയൽ ആയിട്ടുള്ളൊരു വെട്ടം മാത്രം ഒരു റൂമിൽ വന്നാൽ മതി. അത് ഓവറായി പോയാലും അത്രയ്ക്ക് സുഖം ഉണ്ടാവണം നിർബന്ധമില്ല, എക്സ്പെഷ്യലി ബെഡ്റൂമുകളൊക്കെ ആകുമ്പോഴും. അപ്പം ഒരു ബെഡ്റൂമിന് ഐഡിയൽ ആയിട്ടുള്ള സൈസിലുള്ള ഡയമെൻഷൻസിലുള്ള വെന്റിലേഷൻസ് കൊടുക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതിൽ എല്ലാ ജനലുകളും തുറക്കുന്ന രീതിക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂമിൽ ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ പല വീടുകളിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പാളി ജനലിനെ തന്നെ നേർപകുതിക്കുള്ള 2 ഹാഫായിട്ട് ചെയ്യും. അതായത് മേളത്തെ പകുതി വേണമെങ്കിൽ നമുക്ക് തുറന്നിടാം, താഴത്തെ പകുതി വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ
രീതിക്ക് 2 പാളിയായിട്ട് ചെയ്യുന്ന ഒരു രീതി. അതുമൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൻ്റെ പ്രൈവസിയെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ജനൽ തുറന്നിടാനൊക്കെ ആയിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അങ്ങനെ ബെഡ്റൂമിൻ്റെ വെന്റിലേഷൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ക്രോസ് വെന്റിലേഷന് വേണ്ടി മാത്രം ഒരു പരിധിയിലധികം ജനലുകൾ വെക്കുന്നതൊന്നും ഒരു ബെഡ്റൂമിൻ്റെ കാര്യത്തിൽ വളരെയധികം നല്ലതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു സൈസ് ബെഡ്റൂമിൽ തീർച്ചയായിട്ടും വെന്റിലേഷൻസിൻ്റെ കാര്യത്തിൽ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. പുതിയ കാലത്തെ വീടുകളിൽ നമ്മൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു ബെഡ്റൂമിനും ബാത്റൂമിനും ഇടയ്ക്ക് ചെറിയൊരു സ്പേസ് നമ്മൾ ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാർഡ്രോബ് സ്പേസ് ഒക്കെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൊടുക്കും. അപ്പം അത് വളരെ കുഞ്ഞു സൈസിൽ ചെയ്യാറുണ്ട്, ചിലത് അത്യാവശ്യം വലിയ വാക്കിൻ വാർഡ്രോബ് എന്ന് പറയുന്ന പോലത്തെ ഒരു വലിയ സൈസിലും ചെയ്യാറുണ്ട്. ഇത്തരം വാക്കിൻ വാർഡ്രോബുകൾ അല്ലെങ്കിൽ ഈ ഡ്രസ്സിങ് റൂമുകൾ ചെയ്യുമ്പോഴുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു പരിധിയിലധികം വലുതാവാതെ നമുക്ക് കുഞ്ഞാക്കാം എന്നുള്ളതാണ്. കാരണം നമ്മുടെ കബോർഡ് പോലത്തെ സ്റ്റോറേജ് പോലത്തെ കാര്യങ്ങൾ ഒരു പരിധി വരെയും ഈ ഡ്രസ്സ് ഏരിയ നമുക്ക് ചെയ്തു തരുന്നതിനാൽ വലിയൊരു വാർഡ്രോബ് സ്പേസ് ഒന്നും നമുക്ക് ബെഡ്റൂമിലേക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് അത്രയും കുറയുന്നതനുസരിച്ച് റൂമിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞാക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും AC എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചെറിയ ബെഡ്റൂമുകളാണ് നമുക്ക് ഐഡിയലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഈ ഡ്രസ്സിങ് ഏരിയയോടുള്ള മറ്റൊരു മെച്ചം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾക്ക് ഈ ഡ്രസ്സിങ് ഏരിയയിൽ പൊതുവെ നമ്മളുടെ ഉപയോഗിച്ചതും അല്ലാത്തതുമായ ഡ്രസ്സുകളൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ടുപോയി വെക്കുന്നതിനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ്. അപ്പം പൊതുവെ നമ്മളുടെ ബാക്കി ബെഡ്റൂം എന്ന് പറയുന്ന സ്പേസ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡ്രസ്സിങ് ഏരിയ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ ഓപ്പണിങ് നേരിട്ട് ബെഡ്റൂമിൽ നിന്ന് കാണുന്നില്ലാത്ത രീതിക്ക് ചെയ്യുന്നതിനൊക്കെ ഈ ഡ്രസ്സിങ് റൂം ഉള്ള ഡിസൈനുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബാത്റൂമിൽ നിന്ന് നമുക്ക് വെറ്റായിട്ട് ഉള്ള നനവിൻ്റെ ശല്യങ്ങളൊക്കെ ബെഡ്റൂമിലേക്ക് വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരം ഡ്രസ്സിങ് ഏരിയ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഈ ബെഡ്റൂമുകളെ പറ്റി പറയുമ്പോൾ പലരും ആഗ്രഹത്തോടു കൂടി നമ്മളോട് ആവശ്യപ്പെടാറുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ള പല മറുപടികളും ഉണ്ട്. അതിലൊന്നാണ് ഈ സ്പെഷ്യൽ ടൈപ്പ് ബെഡ്റൂം, എക്സ്പെഷ്യലി കിഡ്സ് ബെഡ്റൂം എന്നൊക്കെ പറയുന്നത്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു മുറി ചിലപ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമ്മൾ നീക്കി വെക്കും. അപ്പോൾ ആ ബെഡ്റൂമിലെ വാർഡ്രോബുകളും അവിടുത്തെ ടേബിളുകളും കട്ടിലുകളും എല്ലാം ഈ കിഡ്സിൻ്റെ ഒരു ഫാൻറ്റസിക്ക് അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും നമ്മളങ്ങനെ സമീപിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് അത്രയ്ക്ക് കോർ ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ചെയ്യുന്നതിന് അത് തെറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ എത്ര കാലം കുട്ടികളായിട്ട് തുടരും എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരം നാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു 18 വയസ്സ് വരെയൊക്കെ അവരുടെ കുട്ടികൾ അവരുടെ കൂട്ടത്തിലുണ്ടാവുള്ളൂ. അപ്പം അവരുടെ കിഡ്സിൻ്റെ ആ യങ് ഏജിൽ അവരെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അത്തരം റൂമുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്സ് ബെഡ്റൂമൊക്കെ വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് വേണേൽ പറയാം. പക്ഷേ നമ്മളുടേതായ ഒരു കൾച്ചറും ജീവിത സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കിഡ്സിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു റൂം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എത്രത്തോളം വർത്താണ്. കാരണം കുട്ടികളെന്നും കുട്ടികളായിട്ടിരിക്കില്ല, അവർ വളർന്ന് വലുതാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ പഴയ കുട്ടിത്തമുള്ള മുറി ചിലപ്പോൾ അവരുടെ അന്നത്തെ ജീവിതത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ചിലപ്പോൾ അത് ഷൂട്ടാവണം നിർബന്ധമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് റീഫർബിഷ് ചെയ്യേണ്ടി വരും. ഈ പണ്ട് ചേരുന്ന വാർഡ്രോബുകളുടെ ഒക്കെ മൊത്തം ഡിസൈനുകൾ മാറ്റുമോ അല്ലെങ്കിൽ ഫേർണിച്ചറിൻ്റെ ഡിസൈനുകളൊക്കെ മാറ്റുമോ പുതുക്കി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇത്തരം ഡിസൈനുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഡ്യൂറേഷൻ ഇല്ല, വളരെ ഷോർട്ട് കാലത്തേക്ക് വേണ്ടിയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഡിസൈൻ മാറ്റും എന്നുള്ള ഉദ്ദേശം മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ റൂമിൽ ഉപയോഗിക്കുന്ന കളറുകൾ അല്ലെങ്കിൽ വാളിൽ ഉപയോഗിക്കുന്ന ടെക്സ്ചറുകൾ തുടങ്ങിയവ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കാരണം അത് പിന്നീട് നമുക്കൊരു റീപെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് വളരെ ഈസി ആയിട്ട് മാറ്റി ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസൈൻ മാറുകയോ ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ഇതിനോട് കൂട്ടി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സ്പെഷ്യൽ പർപ്പസ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ചില റൂമുകൾ, എക്സ്പെഷ്യലി പേരൻസിനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന റൂമുകൾ. തീർച്ചയായിട്ടും അത്തരം റൂമുകളിൽ ബെഡിൻ്റെ ഇരുവശങ്ങളിലും ഒക്കെ അത്യാവശ്യം ഒരു വീൽ ചെയറിന് അല്ലെങ്കിൽ ഒരു വാക്കറിന് പോകാനായിട്ടുള്ള സൗകര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ആ റൂമിലേക്കുള്ള എൻട്രി ചെയ്യുന്ന ഡോറും അതിൻ്റെ ബാത്റൂമിലേക്കുള്ള ഡോറുകൾക്കൊക്കെ ആവശ്യത്തിലധികം വിട്ടുണ്ട് എന്നുള്ളതും, ബാത്റൂമുകളിലൊക്കെ ഗ്രാബ് ഹാൻഡിൽസ് തുടങ്ങി പ്രായമായവരുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള ഡിസൈനുകൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ബെഡ്റൂമുകളിൽ ക്ലയൻറ്റ് ആവശ്യപ്രകാരം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് അവരുടേതായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഡിസൈൻ. അപ്പം ബെഡിൻ്റെ ഹൈറ്റ് മുതൽ പല കാര്യങ്ങളിൽ
ഇത്തരം സമയങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ഈ ബഡ്ജറ്റും സൈസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അതായത് പൊതുവെ നമ്മൾ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, അത് മിസ്റ്റേക്കൻലി ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് ഈ ബെഡ്റൂമുകളുടെ സൈസ് കുറച്ചിട്ടാണ് ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ടോട്ടലി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ ഒരു ബെഡ്റൂമുകളുടെ സൈസ് എത്രത്തോളം മാറ്ററാണ് ഒരു ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ചില കാര്യങ്ങൾ പറയാം, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതായത് ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ നിങ്ങൾ അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അവിടുത്തെ ബാത്റൂമിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഫിറ്റിങ്സ് നിങ്ങൾക്ക് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറയ്ക്കുകയോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം ഈവൻ ബെഡ് ആയിക്കോട്ടെ, അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കേണ്ട സ്റ്റോറേജ്, വാർഡ്രോബ്, ടേബിള്, സൈഡ് ടേബിള്, അങ്ങനെ ഫാന്, അവിടെ ഉണ്ടാകുന്ന പ്ലഗ് പോയിൻറ്റ്സ്, ഇതിലെന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് എണ്ണം കുറയ്ക്കാനോ അല്ലെ വലിപ്പം കുറയ്ക്കാനോ നമുക്ക് പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബെഡ്റൂമിൻ്റെ സൈസ് കുറച്ചിട്ട് ബഡ്ജറ്റിനെ കുറയ്ക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണ്, അല്ലെ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സൈസ് കുറച്ചാൽ കുറയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയും. തീർച്ചയായിട്ടും ഫ്ലോർ ഏരിയ കുറയുന്നതനുസരിച്ചിട്ടും റൂഫിൻ്റെ ഏരിയ കുറയുന്നതനുസരിച്ചിട്ടും വാളിൻ്റെ ലെങ്ത് ഒരു ഫീറ്റ് കുറയുന്നതനുസരിച്ചിട്ടും ഒക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ബഡ്ജറ്റിൽ വരാം. പക്ഷേ നമ്മൾ ഇത്രയും പൈസ മുടക്കി പണിയുന്ന ഒരു വീടിനെ സംബന്ധിക്കുന്നിടത്തോളം അതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കുറവ് എത്രത്തോളം പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു തുകയായിരിക്കും. അപ്പോൾ അത്രത്തോളം തുച്ഛമായ ഒരു തുക ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റൂമുകളുടെ സൗകര്യം കുറച്ച് കളയേണ്ടതുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ബെഡ്റൂമിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ബെഡ്റൂമുകളെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ, ഇത് നിങ്ങളുടെയൊക്കെ വീട് പണിയുന്ന സമയത്ത് നിങ്ങളുടെ ബെഡ്റൂമിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയൊരു അവസരത്തിൽ കാണാം. നന്ദി.